ഷിബ് പോലീസ്, ഷിബ് പോലീസ്, ഷിബ് പോലീസ്. നട്സ് വേണ്ട, വാൾനട്ട് മേടിച്ചു. അതാ ബുദ്ധിക്ക് നോക്കി. ഇത് ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ. ദേ അവരൊന്നും ഓർമ്മയില്ല. ദേ ആ ആളെ മനസ്സിലായോ? ബിനുവിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ. ദേ ഇവരെയോ? ശ്രമിച്ചു നോക്ക്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കേ. ഒന്ന് പോസേ സർ. ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട്. ബിനു ജനിച്ചു വളർന്ന സ്ഥലം. ഇവരൊക്കെ ആരാന്ന് ഓർമ്മയുണ്ടോ? ആരാ? അച്ഛനും അമ്മയും. ആ, അപ്പം ഓർമ്മ വരുന്നുണ്ട്. കണ്ട് പരിചയതാ. ആണോ? അച്ഛൻ്റെ പേരെന്താ? ദാസ്. ലക്ഷ്മി അമ്മ. ബിനുവിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ? അച്ഛനും അമ്മയും പുറത്തുണ്ട് സർ. ആണോ? അവരെ നോക്കി. ഓക്കെ സാർ. എന്നാൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. ആ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ? ആ, എടോ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട്. ഓക്കെ സാർ. ആഹാ, അവർ ഈ ടോയ്ലറ്റിലുണ്ട്. സോറി കേട്ടോ, ജെൻസിൻ്റെ ആണെന്ന് വിചാരിച്ചു. ജെൻസ് ആണല്ലോ. അല്ല, അത് ഒരു എമർജൻസിക്ക് കയറിയതാ. ആ, സാരമില്ല. ദാസാറോടെ ഇവിടെ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ. ദാസാറേ ഇവിടെ വേണ്ട വേണ്ട, സമയം എടുത്തോ, തിരക്കില്ല. അല്ല, കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കോ, ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. ഇയാളും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇതെന്താ? മൂത്രമൊഴിക്കാൻ വാഷ് ബേസിനിലോ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഈ സാധനം ഇവിടെ ഇരിപ്പുള്ള ഇവനെന്തിനാ വാഷ് ബേസിന്? ഇതാരാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. തന്റെ ചെറുപ്പകാലം. ആ റൈറ്റിൽ നിൽക്കുന്ന ബിനു, ഇപ്പുറം നിൽക്കുന്ന ചേട്ടൻ. യഥാർത്ഥത്തിൽ ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? വേണ്ടേ? വേണം വേണം വേണം. തീർച്ചയായിട്ടും വേണം അല്ലേ? ആ, പക്ഷേ സാർ, നമ്മൾ ഇവിടുന്ന് സംസാരിക്കണ്ടല്ലോ, പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല, നിങ്ങൾ സമയമെടുത്തു, ഞാൻ ഇറങ്ങിയേക്കാം. ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും അതോടനെ എന്നെ അറിയിക്കണം. മനസ്സിലായോ? ശരി, എന്നാ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. വേടോ. ഇതാരാണെന്ന് മനസ്സിലായോ? നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള്. ദേ ഇത്. മനസ്സിലായില്ല. നിങ്ങൾക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണില്ലേ? ഇയാളെ അറിയാം. ആരെ? എന്നാ പറ, പേരെന്താ? പേരറിയില്ല. സാരില്ല, നമുക്ക് വേറെ രണ്ടൂന്ന് ഫോട്ടോസ് നോക്കാം. നോക്ക. ഇത് കുഴപ്പമില്ല. എന്തായാലും അത്ര മനസ്സിലായില്ലേ?